ആമസോൺ എന്നെ പറ്റിച്ചു ഗൈസ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ആമസോണിൽ ഇത്ര സാധനങ്ങൾ ഓർഡർ ചെയ്തു. അതിനകത്ത് ഏറ്റവും വെളി കാണുന്ന വെസ്റ്റ് ഒഴിച്ച് ബാക്കി ഇത്ര സാധനങ്ങളും എനിക്ക് ഒരുമിച്ചാണ് ഡെലിവറി ആയത്. അതുവരെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരു വലിയ കവറിനകത്തൊക്കെയാണ് എനിക്ക് ഡെലിവറി ചെയ്തത്. ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ കുഴപ്പമൊന്നും എല്ലാ സാധനം അതിനകത്ത് കാണുമെന്ന്. എന്നാൽ അതിനകത്ത് ഏറ്റവും വില കുറഞ്ഞ ഐറ്റം ഒരു പേനയുടെ സെറ്റ് അതിനകത്ത് ഉണ്ടായിട്ടേ ഇല്ല. സംഭവം ഞാൻ ഇന്നലെ കവർ തുറന്നപ്പോൾ ഞാനും എല്ലാവരും ശ്രദ്ധിച്ചതുമില്ല. കാരണം അത് പേനയുടെ വെറൊരു ചെറിയ പാക്കറ്റ് മാത്രമാണല്ലോ, അത്ര വലിയൊരു സംഭവം അല്ലല്ലോ. അതും അതിന് മൊത്തത്തിൽ ഒരു 100 രൂപ വരത്തുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നല്ല വില വരികയും ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടുപോയിക്കോ. ഞാൻ കവർ തുറന്ന് ഓരോ സാധനങ്ങളെടുത്ത് പുറത്തോട്ട് ഇടാൻ വേണ്ടി പോവാണ്. ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു 4 hours വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഹാൻഡ് ഗ്രിപ്പർ ഓർഡർ ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് വില കൂടിയ വേറെ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം വന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും വന്നു. അതേ സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ടായത്. കാരണം ബാക്കിയുള്ള കവറിനകത്തുള്ള സാധനങ്ങൾ കുറച്ച് വിലയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കും. ഞാൻ കണ്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പുറത്ത് വെക്കുന്നുണ്ടോ. ശ്രദ്ധിച്ച് നോക്കിയോ, ഒരു പേനയുടെ പാക്കറ്റ് എനിക്ക് അതൊന്നും കിട്ടാനേ പോകുന്നില്ല. ആദ്യം ഞാൻ ഒരു പഞ്ചർ കിറ്റ് എടുത്ത് പുറത്ത് വെച്ചത്, ഒരു കംപ്രസർ പുറത്തെടുത്തു. ഈ കംപ്രസർ ഞാൻ വണ്ടിക്ക് കാറ്റടിക്കാനുള്ള സാധനമാണ്. അത് കഴിഞ്ഞ് അവസാനം മൊബൈലിൽ ഒരു ട്രൈപോഡ് എടുത്ത് ഞാൻ പുറത്ത് വെക്കും. ബാക്കിയുള്ള വിലയുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് തന്നിട്ട് വിലയില്ലാത്തൊരു സാധനം എടുത്ത് മാറ്റുവാണ്. ഇതിപ്പോൾ ഒന്നാമത്തെ തവണയല്ല, രണ്ടാമത്തെ തവണ എനിക്ക് സംഭവിക്കുന്നത്. സംഭവം ആരെങ്കിലും ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയണേ. അങ്ങനെ ലാസ്റ്റ് ബാക്കി എല്ലാം പുറത്തതിന് ശേഷം ഞാൻ കവർ ചുരുട്ടി കൂട്ടി അയ്യത്ത് കളഞ്ഞു. സംഭവം എന്തിനാണ് ഇവർ ശരിക്കും ചെയ്യുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല.